പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊട്രാക്ടർ ഉപയോഗിക്കാതെ എങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം എന്നുള്ളതാണ്. ഒരു ക്വസ്റ്റ്യൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, അത് ഒന്ന് വായിക്കാം. ഡ്രോ ട്രയാങ്കിൾ ABC with AB equal to 7 centimeter, angle A equal to 67.5 degree, angle B equal to 15 degree without using protractor. പ്രൊട്രാക്ടർ ഉപയോഗിക്കാതെ ഈ അളവുകളോട് കൂടിയ ഒരു ട്രയാങ്കിൾ ABC കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ഒരു റഫ് ഫിഗർ വരക്കുന്നു. ABCയുടെ അളവ് ABC. AB നമുക്ക് തന്നിട്ടുണ്ട് 7 സെന്റിമീറ്റർ. ഇനി ആംഗിൾ A 67.5 ഡിഗ്രിയാണ്. ആംഗിൾ B 15 ഡിഗ്രി. ഇങ്ങനെയുള്ള ഒരു ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്. സാധാരണ നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ചാണ് ആംഗിൾ വരയ്ക്കുക. ഇപ്പൊ പ്രൊട്രാക്ടർ ഉപയോഗിക്കാതെയാണ് നമ്മൾ ആംഗിൾ വരയ്ക്കേണ്ടത്. ഇപ്പൊ പ്രൊട്രാക്ടർ ഉപയോഗിക്കാതെ എങ്ങനെ ആംഗിൾ വരയ്ക്കണമെങ്കിൽ ആദ്യം ഒരു കാര്യം നമ്മൾ അറിയണം. സെറ്റ് സ്ക്വയറിലെ അളവുകൾ നമുക്ക് അറിയണം. ഇപ്പൊ ഇത് ഒരു സെറ്റ് സ്ക്വയർ ആണ്. ഈ സെറ്റ് സ്ക്വയറിന്റെ ഒരു ആംഗിൾ നമുക്കറിയാം, ഇത് 90 ഡിഗ്രിയാണ്. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. കാരണം ഈ സൈഡും ഈക്വൽ ആണ്. അപ്പൊ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ട്രയാങ്കിൾ ആകെ ആംഗിളുകളുടെ സമ്മ് 180 ഡിഗ്രിയാണ്. അതിൽ ഒരു ആംഗിൾ 90 ഡിഗ്രിയായി വെർട്ടിക്കലായി പെർപെൻഡിക്കുലറായി റൈറ്റ് ആംഗിൾ ആണ്. ബാക്കി ഓരോ ആംഗിളും അപ്പൊ 45 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇത് 45 ഡിഗ്രിയാണ്, ഇതും 45 ഡിഗ്രി ആണ്. ഇനി മറ്റൊരു സെറ്റ് സ്ക്വയർ നമുക്കറിയാം. ഇതാണ് വേറെ ഒരു സെറ്റ് സ്ക്വയർ. ഇതിലും ഒരു ആംഗിള് 90 ഡിഗ്രിയാണ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇതിന് വ്യത്യാസം ഈ സൈഡും വ്യത്യസ്ത അളവുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് 60 ഡിഗ്രിയാണ്, ഒന്ന് 30 ഡിഗ്രി ആണ്. ഇതിന്റെ ഇരട്ടി നീളം ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഇത് 30 ഡിഗ്രിയാണ്, ഇത് 60 ഡിഗ്രി ആണ്. അപ്പൊ 60 + 30 90, 90 + 90 180. ഈ പ്രത്യേകത അനുസരിച്ചാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ വരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ 65 ഡിഗ്രിന്റെ ഇരട്ടി എടുക്കുന്നു. 2 × 67.5 ഡിഗ്രി ഈക്വൽ ടു 67.5 + 67.5 ഈക്വൽ ടു 135 ഡിഗ്രി. 67 × 2, 67 × 2 134 + 1 135 ഡിഗ്രി. അതേപോലെ 15 ഡിഗ്രിന്റെ ഇരട്ടി ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പൊ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ഈ രണ്ട് ആംഗിളുകളാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. എന്നിട്ട് ആ ആംഗിളുകളുടെ ബൈസെക്ടർ വരക്കുന്നു. എന്നിട്ടാണ് നമ്മൾ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് 7 സെന്റിമീറ്ററിൽ AB വരക്കുന്നു. AB 7 സെന്റിമീറ്റർ. ഇതാണ് AB എന്ന് പറയുന്നത്. AB 7 സെന്റിമീറ്റർ. AB 7 സെന്റിമീറ്റർ വരച്ചു. ഇനി നമ്മൾ 67.5 ഡിഗ്രി അല്ലെങ്കിൽ 67.5 ഡിഗ്രിയാണ് ആംഗിൾ എ വേണ്ടത്. അതിന് പകരം നമ്മൾ എയിൽ 135 ഡിഗ്രി എടുക്കുന്നു. 135 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് സെറ്റ് സ്ക്വയർ വെക്കുമ്പോൾ നമുക്ക് ഒരു 90 ഡിഗ്രി ഇങ്ങനെ വെക്കുമ്പോൾ സെറ്റ് സ്ക്വയർ ഇതറിയാം, ഇത് 45 ഡിഗ്രിയാണ്. ആ 45 ഡിഗ്രിയോട് കൂടി ഇത് നമുക്കറിയാം, ഇത് 90 ഡിഗ്രിയാണ്. ആ 45ഉം 90ഉം കൂട്ടിയാലാണ്. അപ്പോൾ 45 + 90 ഈക്വൽ ടു ആണ് 135 ഡിഗ്രി. അപ്പൊ 135 ഡിഗ്രി കിട്ടാൻ വേണ്ടി നമ്മൾ ഈ രണ്ട് സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുന്നു. ഒന്ന് ഇങ്ങനെ വെക്കുന്നു, അത് ഒരു ഭാഗത്ത് നമുക്കറിയാം, രണ്ട് ഭാഗം ഈക്വൽ ആണ്. അപ്പൊ 45 ഡിഗ്രിയാണ്. അടുത്ത ആംഗിള് ഇത് 90 ഡിഗ്രിയാണ്. അപ്പൊ ഇതിങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? 45 + 90. 45 + 90 ഈക്വൽ ടു 135. അപ്പൊ 135 അളക്കാൻ വേണ്ടി നമ്മൾ സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെച്ച് 45 ഡിഗ്രി എടുത്തു. ആ 45 + 90 ഈക്വൽ ടു 135 ഡിഗ്രി. എന്നിട്ട് ഇതിൽ നമ്മൾ ലൈന് വരയ്ക്കുന്നു.
അപ്പൊ ഈ ആംഗിൾ ആണ് നമുക്ക് എന്ത് കിട്ടുക 135 ഡിഗ്രി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 15 ഡിഗ്രി അതിന്റെ ഇരട്ടി എടുക്കുന്നു. 15 ഡിഗ്രിയുടെ ഇരട്ടിയാണ് 30 ഡിഗ്രി. ആ 30 ഡിഗ്രി എടുക്കാൻ പ്രൊട്ടക്ടർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് അറിയാം, നമുക്കറിയാം ഇത് 90 ഡിഗ്രിയാണ്, ഇത് 60 ഡിഗ്രിയാണ്, ഇത് 30 ഡിഗ്രിയാണ്. അപ്പൊ നമ്മൾ ഈ പ്രൊട്ടക്ടർ ഈ സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെക്കുന്നു, എന്നിട്ട് അതിങ്ങനെ വരക്കുന്നു. ഈ ലൈനിനെ ശരിയാക്കി വെക്കുന്നു, ഇങ്ങനെ വരക്കുന്നു. ഇതാണ് 30 ഡിഗ്രി. അങ്ങനെ വരച്ചതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് 135ന്റെ പകുതി 30യുടെ പകുതി. ഈ പകുതി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുന്നത്. ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുന്നത് കോമ്പസ് കൊണ്ടാണ്, നമുക്കറിയാം. അപ്പോൾ ഒന്നാമത്തെ ആംഗിൾ എ 135 ആണ്, അതിന്റെ ഹാഫ് ആണ് 67.5. അത് കിട്ടാൻ വേണ്ടി കോമ്പസിന്റെ നീഡിൽ എയിൽ വെക്കുന്നു, എന്നിട്ട് നമ്മളൊരു ആർക്ക് വരയ്ക്കുന്നു. ആർക്ക് വരയ്ക്കുന്നു. ആർക്കിന്റെ രണ്ട് അറ്റങ്ങൾ രണ്ട് സൈഡുകളിൽ ടച്ച് ചെയ്യുന്നു. ആ ടച്ച് ചെയ്യുന്ന സൈഡുകളിൽ നിന്ന് വീണ്ടും നമ്മൾ ആർക്കുകൾ വേറൊരളവിൽ ആർക്കുകൾ വരയ്ക്കുന്നു. ഇങ്ങോട്ടൊരു ആർക്ക് വരച്ചു, ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ടൊരു ആർക്ക് വരച്ചു. അപ്പൊ ആദ്യം നമ്മളൊരു പ്രത്യേക അളവിൽ 135 വരച്ചു. ആ ഭുജങ്ങൾ അത് രണ്ട് സൈഡുകളിൽ ടച്ച് ചെയ്യും, ഇങ്ങനെ ടച്ച് ചെയ്യും. ആദ്യം ഇങ്ങനെ ഒരു റഫ് ആർക്ക് വരച്ചു. ആ ആർക്കിന്റെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് വീണ്ടും വേറൊരു അളവിൽ നമ്മൾ രണ്ട് ആർക്കുകൾ വരക്കുന്നു. ഇവിടെ വെച്ചൊരു ആർക്ക് വരച്ചു, ഇവിടെ വെച്ചിട്ട് ഒരു ആർക്ക് വരച്ചു. എന്നിട്ട് അതിലൂടെ നമ്മൾ ലൈന് വരക്കുന്നു. ഈ കട്ട് ചെയ്യുന്ന പോയിന്റിലൂടെ നമ്മൾ ഒരു ലൈന് വരക്കുന്നു. അപ്പൊ ഇത് 135ന്റെ പകുതിയായിരിക്കും ഈ അളവ്. ഇതായിരിക്കും 67.5 ഡിഗ്രി. അതേപോലെ 30ക്ക് നമ്മൾ അതിന്റെ ആംഗിൾ ബൈസെക്ടർ വരക്കുന്നു. 30 ഡിഗ്രി വരക്കണമെങ്കിൽ 30 ഡിഗ്രിയിൽ നമ്മൾ കോമ്പസ് വെക്കുന്നു, ഒരു ആർക്ക് വരക്കുന്നു. ഈ ആർക്കിന്റെ രണ്ട് സൈഡുകളിൽ കട്ട് ചെയ്യുന്ന ആ പോയിന്റിൽ വെച്ചിട്ട് വീണ്ടും നമ്മൾ ഉള്ളിൽ ആർക്ക് വരക്കുന്നു. ഇവിടെ ഒരു ആർക്ക് വരച്ചു, അത് വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക് വരച്ചു. അപ്പൊ ആദ്യം നമ്മൾ ഇവിടെ വെച്ചു, ഒരാർക്ക് വരച്ചു, പിന്നെ ഈ പോയിന്റിൽ വെച്ചു, ഒരാർക്ക് വരച്ചു. ഈ രണ്ട് ആർക്കുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റിലൂടെ വേറെ ഒരു ലൈന് വരക്കുന്നു. ഇതിലൂടെ നമ്മൾ ഇങ്ങോട്ട് ലൈൻ വരക്കും. അപ്പോ ഈ ഇതായിരിക്കും 15 ഡിഗ്രി. മൊത്തം 30 ഡിഗ്രിയാണ്. അതിന്റെ ബൈസെക്ടർ വരയ്ക്കുമ്പോൾ അതിന്റെ പകുതി 15 ഡിഗ്രി കിട്ടും. അപ്പോ ഇത് 15 ഡിഗ്രി, ഇത് മൊത്തം 135 ഡിഗ്രി, അതിന്റെ ഹാഫ് 65 ഡിഗ്രി. ഇത് നമ്മളൊന്ന് കൂട്ടി വരച്ചാൽ നമുക്ക് അത് കൂട്ടിമുട്ടുന്നതായിട്ട് കാണാം. അപ്പൊ ഈ പോയിന്റ് ആണ് സി. സോ ദ റിക്വയർഡ് ട്രയാങ്കിൾ, നമ്മുടെ ആവശ്യപ്പെട്ടിരിക്കുന്ന ട്രയാങ്കിൾ ആണ് ABC. ഇങ്ങനെയാണ് നമ്മൾ ട്രയാങ്കിൾ ABC വരയ്ക്കുന്നത് വിത്തൗട്ട് യൂസിങ് പ്രൊട്ടക്ടർ. അപ്പൊ ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ റഫ് ചിത്രം വരയ്ക്കുന്നു. ABC, AB 7 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ, ആംഗിൾ A 67.5 ഡിഗ്രി ആൻഡ് ആംഗിൾ B 15 ഡിഗ്രി. അതിനുശേഷം നമ്മൾ പ്രൊട്ടക്ടർ ഉപയോഗിക്കാതെ വെറും സെറ്റ് സ്ക്വയറും കോമ്പസും ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ AB 7 സെന്റിമീറ്ററിൽ വരച്ചു. എന്നിട്ട് 67.5ന്റെ ഡബിൾ 135 ഡിഗ്രി രണ്ട് സെറ്റ് സ്ക്വയർ കൂടി ചേർത്ത് വെച്ച്, ഒരു സെറ്റ് സ്ക്വയർ ഇങ്ങനെ 45 ഡിഗ്രിയും വേറൊരു സെറ്റ് സ്ക്വയർ 90 ഡിഗ്രിയും ചേർത്ത് വെച്ച് നമ്മൾ 135 ഡിഗ്രി വരയ്ക്കുന്നു. എന്നിട്ട് അതിലൂടെ ഒരു ലൈൻ വരയ്ക്കുന്നു. പിന്നെ നമ്മൾ സെറ്റ് സ്ക്വയറിന്റെ 30 ഡിഗ്രി അളവുള്ള സെറ്റ് സ്ക്വയർ എടുക്കുന്നു. അത് ഇവിടെ വെച്ചിട്ട് 30 ഡിഗ്രി അളന്ന് അതിലൂടെ ഒരു ലൈന് വരയ്ക്കുന്നു. അപ്പോ 135ഉം 30 അതിന്റെ ആംഗിൾ ബൈസെക്ടേഴ്സ് വരയ്ക്കുന്നു. 135ന്റെ ആംഗിൾ ബൈസെക്ടർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുന്നു. ആ ആർക്ക് കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നിന്നും ഒരു പ്രത്യേക അളവിൽ ഉള്ളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുന്നു. അപ്പൊ കട്ട് ചെയ്യുന്ന പോയിന്റിലൂടെ ലൈൻ വരയ്ക്കുന്നു. അതേപോലെ 30 ഡിഗ്രിയുടെ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുന്നു. 30 ഡിഗ്രിയിൽ നിന്ന് ഒരു ആർക്ക് വരയ്ക്കുന്നു. ആ ആർക്ക് കട്ട് ചെയ്യുന്ന സൈഡുകളിലൂടെ വീണ്ടും നമ്മൾ ഉള്ളിൽ ആർക്ക് വരയ്ക്കുന്നു. ഈ രണ്ട് ആർക്കുകൾ കൂട്ടിമുട്ടുന്നതിലൂടെ ലൈൻ വരയ്ക്കുന്നു. ജോയിൻ CB and CA. We get the required triangle ABC. Okay.